ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുന്നത്. അതിൽ ആക്ടിവിറ്റി ഫസ്റ്റ് ലിസൺ ആൻഡ് ഡ്രോ എന്നാണ്. ശ്രദ്ധിക്കുക എന്നിട്ട് വരയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ താഴെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ. ആ പിക്ചറിൽ നമുക്ക് സിയെ കാണാം, പിന്നെ ഒരു ബോയിനെ കാണാം, പിന്നെ ഒരു വീൽ ചെയർ കാണാം അല്ലെ. ആ വീൽ ചെയർ ആരാണ്? റോബോ ആണ് അല്ലെ. ഓർമ്മയില്ലേ? സിയയും റോബോയും കൂടി പാർക്കിൽ പോകുമ്പോ അവിടെ ഒരു കാലിന് വയ്യാത്ത ഒരു കുട്ടീനെ കാണും. അപ്പൊ സിയ എന്ത് ചെയ്യും? ആ റോബോനെ ആ കുട്ടിക്ക് കൊടുക്കൂല്ലേ, സമ്മാനമായിട്ട് നൽകും. അതാണല്ലേ കാണിച്ചിരിക്കുന്നത് പിക്ചറില്. കണ്ടോ? പിന്നെ ഒരു ട്രീ കാണുന്നുണ്ട്, പിന്നെ പോണ്ട് കാണുന്നുണ്ട്. ഈ പിക്ചറിൽ എന്തെങ്കിലും വരയ്ക്കാനായിരിക്കും ടീച്ചർ പറയുക. അപ്പൊ അതിനനുസരിച്ച് വരയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇപ്പൊ ലിസൺ ടു യുവർ ടീച്ചർ ആൻഡ് ഡു അക്കോർഡിംഗ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണോ ടീച്ചർ പറയുന്നത് അതിനനുസരിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. അടുത്തത് ആക്ടിവിറ്റി 2 മോം ആൻഡ് ദ ബോയ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. സംഭാഷണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെ തമ്മിലുള്ളതാണ്? അമ്മയും പിന്നെ ആ ആൺകുട്ടിയും തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ആ ബോയ് കണ്ടോ വീൽ ചെയറിൽ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരികയാണ് കേട്ടോ. പാർക്കിൽ പോയതായിരുന്നു അല്ലെ ബോയെ. അപ്പൊ ബോയിന് സിയ വീൽ ചെയർ കൊടുത്തു അല്ലെ, റോബോനെ കൊടുത്തു. അപ്പൊ വീൽ ചെയറിൽ ഇരുന്നിട്ട് തിരിച്ചു വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ അത് അമ്മ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അമ്മയും കുട്ടിയും തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സംഭാഷണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് അമ്മ അവിടെ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദിസ് ഡിയർ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. ഇത് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായിരിക്കും ബോയ് പറയാ? എന്തായിരിക്കും ആൺകുട്ടി പറയാ? അതെന്താണ്? വീൽ ചെയർ അല്ലേ. അപ്പൊ ദിസ് ഈസ് എ വീൽ ചെയർ എന്നായിരിക്കും അല്ലെ. അപ്പൊ അതവിടെ എഴുതണം കേട്ടോ. അപ്പൊ എന്താണ്? ദിസ് ഈസ് എ വീൽ ചെയർ. അപ്പൊ അമ്മ വീണ്ടും എന്തോ ചോദിക്കുന്നുണ്ട്. എന്താ അത്? ഹൂ ഗേവ് യു ദിസ്? അതായത് ഹൂ എന്ന് പറഞ്ഞാൽ ആരാണ് നിനക്കിത് തന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും ആൺകുട്ടി പറയാ? ആരാണ് കൊടുത്തത്? സിയ ആണല്ലേ. സിയ ഗേവ് ദിസ് ടു മീ മോം. അമ്മേ, സിയ ആണ് എനിക്കിത് തന്നത് എന്ന് ആൺകുട്ടി പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതവിടെ എഴുതുക കേട്ടോ. ആക്ടിവിറ്റി 3 ദ ബോയ്സ് ഗിഫ്റ്റ്. എന്താണ്? ആൺകുട്ടി സിയയ്ക്ക് കൊടുത്ത സമ്മാനാണ് കേട്ടോ. ഇതൊരു ഡോളാണ് അല്ലെ. കളർ ആൻഡ് ഡിസ്ക്രൈബ് ദ ഡോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവയ്ക്ക് നിറം നൽകാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വിവരിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? പാവടെ ഫ്രോക്കിന്, ഉടുപ്പിന് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കുക കേട്ടോ. പിന്നെ ഷൂസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പാവ. അപ്പൊ അതിന് നിറം നൽകുക, പിന്നെ ഹെയറിന് നിറം നൽകുക, എന്നിട്ട് നല്ല ഭംഗിയാക്കുക കേട്ടോ. ഇനി എങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം? ഡിസീസ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്താ എഴുതുക? ഇത് എന്താണ്? ദിസ് ഈസ് എ ഡോൾ അല്ലെ. ഇതൊരു പാവയാണ്. അപ്പൊ ദിസ് ഈസ് എ ഡോൾ എന്ന് എഴുതാം കേട്ടോ. പിന്നെ എന്താ എഴുതാം? ഇത് നല്ല ഭംഗിയുള്ള കണ്ണുകൾ ഉണ്ട് എന്ന് എഴുതാലോ. അപ്പൊ ഇറ്റ് ഹാസ് ബ്യൂട്ടിഫുൾ ഐസ് എന്ന് എഴുതാം അല്ലെ. ഇത് നല്ല ഭംഗിയുള്ള കണ്ണുകളുണ്ട് എന്ന് എഴുതാം. നിങ്ങൾ ഫ്രോക്കിന് എന്ത് നിറമാണോ നൽകിയത് അത് വെച്ചിട്ട് എഴുതാം. നിങ്ങൾ റെഡ് കളറാണ് ഉടുപ്പിന് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ റെഡ് ഫ്രോക്ക് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇറ്റ്സ് ഡ്രസ് ഈസ് റെഡ് ഇൻ കളർ എന്നും എഴുതാം കേട്ടോ. അതിന്റെ ഡ്രസ്സ് ചുവന്ന നിറത്തിലാണ് എന്ന് എഴുതാം അല്ലെ. നിങ്ങൾ ഷൂസിന് ബ്ലാക്ക് നിറം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതാം? ഇറ്റ് ഹാസ് ബ്ലാക്ക് ഷൂസ് എന്ന് എഴുതാം. പിന്നെ പാവയ്ക്ക് എങ്ങനത്തെ ഹെയർ ആണ്? നീളം കുറഞ്ഞ ഹെയർ ആണ് അല്ലെ. അപ്പൊ എങ്ങനെയാ എഴുതാം? ഇറ്റ് ഹാസ് ഷോർട്ട് ഹെയർ എന്ന് എഴുതാം. അല്ലെങ്കിൽ ചുരുണ്ട മുടിയാണ് അല്ലെ. അപ്പൊ അങ്ങനെ എഴുതാം കേട്ടോ. ഇറ്റ് ഹാസ് കേളി ഹെയർ എന്ന് എഴുതാം. നിങ്ങൾക്ക് കേളി എന്നൊന്നും എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇറ്റ് ഹാസ് ഷോർട്ട് ഹെയർ എന്ന് എഴുതാം കേട്ടോ. നീളം കുറഞ്ഞ മുടി ഉണ്ട് എന്ന് എഴുതാം. പാവയുടെ ചുണ്ടിന് റെഡ് കളർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഹാസ് റെഡ് ലിപ്പ് എന്ന് എഴുതാലോ. പിന്നെ നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡോൾ എന്ന് എഴുതാം. നല്ല ഭംഗിയുള്ള പാവയാണ് എന്ന് എഴുതാം അല്ലെ. ഇതിലേതെങ്കിലുമൊക്കെ സെന്റൻസസ് എഴുതിയാൽ മതി കേട്ടോ. ആക്ടിവിറ്റി 4 സിയാസ് ഡയറി. സിയയുടെ ഡയറി ആണ് കേട്ടോ. ഹിയർ ഈസ് ദ ഡയറി ഓഫ് സിയ, റീഡ് ഹെർ ഡയറി. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സിയയുടെ ഡയറിയാണ്. അത് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കണ്ടോ വരച്ചിരിക്കുന്ന ചിത്രം ഡോളിന്റെ ആണ് അല്ലെ. എന്താണ് സിയ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഐ ആം വെരി ഹാപ്പി ടുഡേ. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ് എന്നാണ് അല്ലെ. ഐ ഗോട്ട് എ ഡോൾ. എന്താണ്? എനിക്കൊരു പാവയെ കിട്ടി. ദ ബോയ്സ് മദർ ഗേവ് മീ ദ ഡോൾ. എന്താണ്? ആൺകുട്ടിയുടെ അമ്മയാണ് എനിക്ക് ഈ പാവയെ തന്നത്. ഇറ്റ് ക്യാൻ സിങ് ആൻഡ് ഡാൻസ്. അതിന് പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും കഴിയും. ഐ ലൈക്ക് ദ ഡോൾ. എനിക്ക് ഈ ഡോളിനെ വളരെ ഇഷ്ടമായി എന്നാണ് അല്ലെ. അപ്പൊ നേരത്തെ ഡോളിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇതിന്ന് നമുക്ക് എടുത്ത് എഴുതാം അല്ലെ. ഇറ്റ് ക്യാൻ സിങ് ആൻഡ് ഡാൻസ് എന്നൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പൊ അതവിടെ എഴുതാം. പിന്നെ ഇനി എന്താണ് അവിടെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഗിവ് ടിക്ക് മാർക്ക് ടു ദ കറക്റ്റ് വൺ ആൻഡ് എ ക്രോസ് മാർക്ക് ടു ദ ഇൻകറക്റ്റ് വൺ. അപ്പൊ സിയയുടെ ഡയറി വായിച്ചതിന് ശേഷം അവിടെ കുറച്ച് സെന്റൻസസ് തന്നിട്ടുണ്ട്.
അതില് ശരിയായത് ടിക്ക് മാർക്ക് ഇടാനും ആയതിന് ക്രോസ് മാർക്ക് ഇടാനുമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മളോട് തന്നിരിക്കുന്നത് എന്താ? സിയ ഈസ് ഹാപ്പി. സിയ സന്തോഷത്തിലാണ് എന്നാണ്. ആണ് അല്ലേ? നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഐ ആം വെരി ഹാപ്പി ടുഡേ എന്ന് സിയ ഡയറിയിൽ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ സിയ ഹാപ്പി ആണ് അല്ലെ, ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. സെക്കൻഡ് സെന്റൻസ്, സിയ ലൈക്സ് ദ ഡോൾ. സിയയ്ക്ക് പാവയെ ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിയയ്ക്ക് പാവയെ ഇഷ്ടമായിരുന്നോ? ആണല്ലേ, അപ്പൊ ടിക്ക് മാർക്ക് ഇടുക. മൂന്നാമത്തത്, ദ ബോയ് ഗോട്ട് എ ഡോൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? ആൺകുട്ടിക്ക് ഒരു പാവയെ കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൺകുട്ടിക്കാണോ പാവയെ കിട്ടിയത്? അല്ല, ആൺകുട്ടിയുടെ അമ്മ സിയക്കാണ് അല്ലെ പാവയെ കൊടുത്തത്. അപ്പൊ ആർക്കാ കിട്ടിയത്? സിയക്കല്ലേ. അപ്പൊ അത് തെറ്റാണ് അല്ലെ, ക്രോസ് മാർക്ക് ഇടുക കേട്ടോ. ഇനി നാലാമത്തത്, ദ ഡോൾ ക്യാൻ സിങ് ആൻഡ് ഡാൻസ്. ഡോളിന് പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിയൂ അല്ലെ, അപ്പൊ ടിക്ക് മാർക്ക് ഇടുക. അഞ്ചാമത്തത്, സിയാസ് മദർ ഗേവ് ദ ഡോൾ. സിയയുടെ അമ്മയാണ് പാവയെ നൽകിയത് എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആണോ? അല്ല, ബോയിന്റെ അമ്മയാണ് നൽകിയത് അല്ലെ, ആൺകുട്ടിയുടെ അമ്മയല്ലേ നൽകിയത്. അപ്പൊ അത് തെറ്റല്ലേ, ക്രോസ് മാർക്ക് ഇടുക കേട്ടോ. ആക്ടിവിറ്റി 5, ഡോൾ സോങ്. അവയുടെ പാട്ടാണ് കേട്ടോ. കംപ്ലീറ്റ് ദ ലൈൻസ് ഓഫ് ദ സോങ്. ആഡ് മോർ ലൈൻസ് ആണ്, വരികൾ കൂട്ടിച്ചേർക്കാനുള്ളതാണ് കേട്ടോ. ഡോളിന്റെ സോങ് ഒന്ന് പാടി നോക്കാം അല്ലെ. I am a doll, smart and cute. I like to dance, tip tap too, tip tap too. ഇതാണല്ലേ സോങ്. അപ്പൊ ഡോള് എന്താ പറയുന്നത്? ഞാനൊരു പാവയാണ്. I am a doll എന്ന് പറയുകയാണല്ലേ, ഞാനൊരു പാവയാണ്. സ്മാർട്ട് ആൻഡ് ക്യൂട്ട്, എങ്ങനത്തെ പാവയാ? നല്ല മിടുക്കിയും അതുപോലെ തന്നെ ഭംഗിയുള്ള പാവയാണ് അല്ലെ. ഐ ലൈക്ക് ടു ഡാൻസ് എന്ന് പറഞ്ഞിരിക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് നൃത്തം ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ടിപ്പ് ടാപ്പ് ടു, ടിപ്പ് ടാപ്പ് ടു എന്നാണ് കേട്ടോ. അപ്പൊ സിയയുടെ സോങ് നോക്കൂ. സിയ എങ്ങനെയാ പാടുന്നത്? ഐ ആം എ ഗേൾ, സ്മാർട്ട് ആൻഡ് ക്യൂട്ട്. എന്താണ്? ഞാനൊരു പെൺകുട്ടിയാണ്, സ്മാർട്ടും ക്യൂട്ടുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് ലൈൻസ് ആഡ് ചെയ്യണം. അപ്പൊ എന്ത് എഴുതാം? അവിടെ ഡോള് ഐ ലൈക്ക് ടു ഡാൻസ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ, എനിക്ക് നൃത്തം ചെയ്യാൻ ഇഷ്ടമാണ് എന്നാണ്. സിയ എങ്ങനെ പാടാം? ഐ ലൈക്ക് ടു സിങ് എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഐ ലൈക്ക് ടു സിങ്, ലാ 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 നമുക്ക് തന്നിട്ടുണ്ട്. അടുത്തത് തന്നെ എഴുതുക, ലാ 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 എന്ന് എഴുതുക കേട്ടോ. അങ്ങനെ സോങ്ങിന് ലൈൻസ് ആഡ് ചെയ്യുക കേട്ടോ.